സ്റ്റാഫ് നിയമനത്തിൽ മന്ത്രിമാർക്ക് കർശന മാനദണ്ഡങ്ങളുമായി ലീഗ്. നേതൃത്വം അറിയാതെ മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫ് നിയമനം നടത്താൻ പാടില്ല എന്നാണ് മാനദണ്ഡം. ലീഗിന്റെ കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള അംഗീകാരപത്രം ഇല്ലാത്തവരെ പരിഗണിക്കരുത് എന്നാണ് മറ്റൊരു നിർദ്ദേശം. അർഹരായ പാർട്ടി പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടാനുസരണം നിയമനം നടത്തരുതെന്നും ലീഗ് നിർദ്ദേശിച്ചു. പാർട്ടിക്ക് മന്ത്രിമാരോ MLA-മാരോ ഇല്ലാത്ത ജില്ലകൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. PMA സലാമിനെയും പാണക്കാട് റഷീദ് അലി തങ്ങളെയുമാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനുള്ള മാനദണ്ഡം തയ്യാറാക്കാനായി മുസ്ലിം ലീഗ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫ് അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികളുടെ അംഗീകാരപത്രം ഹാജരാക്കണമെന്നാണ് തീരുമാനം. തൃശൂരിൽ ഇടഞ്ഞ ആനയെ തളച്ചു. വിരണ്ടോടി ആന ഓട്ടോയും കാറും ബൈക്കും തകർത്തു. കൊല്ലം സ്വദേശി ഉടമയുടെ ആനയായ ശിവൻ ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ഇടഞ്ഞത്. രാവിലെ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്നതിനിടെയാണ് ആന വിരണ്ടോടിയത്. 2 കിലോമീറ്ററോളം ദൂരം ഇടവഴിയിൽ കൂടി ഓടിയ ആന ഒരു കാറും ഓട്ടോറിക്ഷയും കുത്തിമറിച്ചു. ഒരു സ്ത്രീ ഓടിച്ചിരുന്ന കാറാണ് കുത്തിമറിച്ചത്. ആക്രമണം നടത്തിയ സമയത്ത് കാറിനുള്ളിൽ കുടുങ്ങിയ സ്ത്രീയും മകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 7 വാഹനങ്ങൾ ആന തകർത്തിട്ടുണ്ട്. 10ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടാക്കി. നിർമ്മാണത്തിലുള്ള ഒരു വീടിന്റെ മതിലും തകർത്തു. പിന്നീട് 2 വീടുകൾക്കിടയിൽ ആന കുടുങ്ങി. ആനയുടെ നീളത്തുടൽ ഉടക്കിയത് കാരണം മുമ്പോട്ട് നീങ്ങാനാവാത്ത അവസ്ഥയിലായി. തുടർന്ന് ആനയെ തളച്ചു. തൃശൂരിൽ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ കള്ളൻ കയറി. ഓഫീസിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്ത് കടന്നയാൾ അലമാരകളെല്ലാം തല്ലി തകർത്തെങ്കിലും പണമൊന്നും തൊട്ടിട്ടില്ല. പകരം വിവിധ വകുപ്പുകളുടെ സുപ്രധാന ഫയലുകൾ ഓരോന്നായി വലിച്ചു വാരിയിട്ട് വിശദമായി പരിശോധിക്കുകയായിരുന്നു. ഓഫീസ് മുറിയിലെ ലാപ്ടോപ്പാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. എല്ലാ മുറികളുടെയും പൂട്ട് തകർത്തിട്ടുണ്ട്. രാവിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് വാതിൽ തുറന്ന നിലയിൽ കണ്ടത്. ഓഫീസിലെ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പരിശോധിച്ചു വരികയാണെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് പറഞ്ഞു. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. പാരസെറ്റമോൾ ഉൾപ്പെടെ 384 മരുന്നുകൾക്ക് 20% വരെ വില ഉയരും. രാജ്യത്തെ വ്യാപകമായി ഉപയോഗിക്കുന്നതും വില നിയന്ത്രണത്തിലുള്ളതുമായ 384 മരുന്നിനങ്ങൾക്ക് ഉടൻ വില കൂടും. 10 മുതൽ 20% വരെ താൽക്കാലിക വില വർധനയ്ക്ക് കേന്ദ്ര തലത്തിൽ ആലോചന പുരോഗമിക്കുകയാണെന്നാണ് സൂചന. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയുടെ പ്രതിഫലനമാണ് ഇന്ത്യൻ ഔഷധ മേഖലയെയും ബാധിക്കുന്നത്. മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ പ്രൊപ്പലിൻ, അമോണിയ, മെത്തനോൾ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നതാണ് നിർമ്മാണ ചെലവ് വർദ്ധിക്കാൻ പ്രധാന കാരണം. നിർമ്മാണ ഘടകങ്ങളുടെ വില ചില സാഹചര്യങ്ങളിൽ 200% വരെ ഉയർന്നതായി നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനോടൊപ്പം പാക്കേജിംഗിന്റെയും ഗതാഗതത്തിന്റെയും ചെലവും കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. നഴ്സിംഗ് സേവനത്തെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി. അവശ്യ സർവീസായി പ്രഖ്യാപിച്ചാൽ നഴ്സുമാർക്ക് സമരം ചെയ്യാൻ അവകാശമില്ലെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വാക്കാൽ പറഞ്ഞു. ആശുപത്രി മാനേജ്മെന്റ് മതിയായ ശമ്പളം നൽകുന്നില്ലെന്ന ആരോപണത്തെ ന്യായീകരിക്കുകയല്ല. എന്നാൽ അത് സമരം ചെയ്യാനുള്ള ഒരു കാരണമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശമ്പള വർധനയ്ക്കായി തൃശൂരിലെ 2 സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ സമരം ചെയ്യുന്നതിനിടെ നഴ്സിംഗ് ജോലികൾക്ക് നിയോഗിച്ചുവെന്നാരോപിച്ച് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനാണ് ഹർജി നൽകിയത്.